ഹലോ, നമസ്കാരം. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പാസ്സായി SSLCയും പ്ലസ് ടുവും ഒക്കെ പാസ്സായി നിൽക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ കോഴ്സ് തീരുമാനിക്കുകയും കോളേജ് തീരുമാനിക്കുകയും സ്കൂൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഫുള്ള് നമ്മുടെ കുട്ടികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളാണ് ഏത് സ്കൂളിലാണ് ഏത് കോളേജിലാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്, ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഈ രണ്ട് രീതിയും പൂർണ്ണമായിട്ടും നമ്മൾ അവലംബിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അവരാണെങ്കിൽ പോലും കുറച്ചുകൂടി അതിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ് ഒക്കെ അറിയുന്ന ആളുകൾ ഒരുപക്ഷെ രക്ഷിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചോദിച്ചറിഞ്ഞിട്ടുള്ള അധ്യാപകരിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുള്ള വിവരങ്ങളായിരിക്കാം. അപ്പോൾ രണ്ടുപേരും ചേർന്നുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളും അതുപോലെ തന്നെ കോളേജുകളൊക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികൾ ഒരു പക്ഷേ ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഹൃവലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഒരുപാട് ഇഷ്ടങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഇത്തരം കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതും. അപ്പം അത് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന രക്ഷിതാക്കൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചേർന്നുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. തീർച്ചയായിട്ടും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് കുട്ടികളുടെ അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾക്കാണ്, അവരാഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കാണ്. പക്ഷേ ചില സമയത്ത് കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേറെ ചില ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതും, അല്ലെങ്കിൽ ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് കുട്ടികൾ വേറെ കാര്യങ്ങൾ ഹിഡൻ അജണ്ടയായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അറിയുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിദൂരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ രണ്ടു പേരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുക. ഇനി രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ അവർക്ക് കാര്യബോധമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് കോളേജാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിൽ, കുട്ടികൾ പറയുന്ന കോഴ്സുകളും കുട്ടികൾ പറയുന്ന കോളേജുകളും അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റില്ല എന്നുള്ള രൂപത്തിലൊക്കെ അറിഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടി തീരുമാനിക്കുന്ന ഒരു കോഴ്സും കോളേജുകളുമായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കുട്ടികൾ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി പറ്റാവുന്ന നല്ല കോഴ്സുകളിലേക്കും നല്ല കോളേജുകളിലേക്കും നല്ല സ്ഥാപനങ്ങളിലേക്കും അയക്കാൻ വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും ശ്രമിക്കണം. കുട്ടികളും ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അവരും രക്ഷിതാക്കളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, വാശി പിടിക്കാതെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകണമെന്നാണ് പറയാനുള്ളത്.